യഥാർത്ഥ വിശ്വാസ മഹാസംഗമം നാളെ പന്തളത്ത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ നടക്കും. വിശ്വാസത്തിനൊപ്പം വികസനം എന്ന സന്ദേശത്തിലൂന്നിയാണ് മഹാസംഗമം നടക്കുന്നത്. രാവിലെ സെമിനാറുകളും ഉച്ചയ്ക്ക് ശേഷം മഹാസംഗമവും നടക്കും. വിവരങ്ങൾ മനോജ് പന്തളത്ത് നിന്ന് നൽകും. മനോജ്, നേരത്തെ നമ്മൾ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ഭക്തരുടെ സംഗമം ഇനിയും നാളെ സ്വാമി അയ്യപ്പൻ വളർന്ന പന്തളത്തിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് മനോജ്? ഗൗതം, നാളെ രാവിലെയോടുകൂടിയാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം ആരംഭിക്കുക. ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഈ ഒരു സംഗമം, അതിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഭക്തജനങ്ങൾക്കുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ വ്യാവസായിക സമ്മേളനം ലക്ഷ്യം വെച്ചു. അതിൽ തന്നെ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറച്ചു വെക്കുവാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു. എന്നാലും അതൊക്കെ കണ്ട ജനങ്ങൾക്ക് കൃത്യമായും അതിലൊക്കെ ബോധ്യമുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ശബരിമല സംരക്ഷണ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല കർമ്മസമിതി സജീവമായുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന ഈ ഒരു സംഗമം തമിഴ്നാട് നിന്നും, അതായത് കെ അണ്ണാമല IPS അദ്ദേഹം തന്നെയാണ് എത്തുക. അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ ആചാര്യന്മാരും വിവിധ ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ നിരവധി ഭക്തരും എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ സെമിനാറാണ് നടക്കുക. എന്തായാലും വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ള വിഷയമാണ് കൂടുതലും ഈ ഒരു സമ്മേളനത്തിൽ, ഈ ഒരു സംഗമത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് തീർച്ചയായും കഴിഞ്ഞ ദിവസമൊക്കെ സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ മുന്നോട്ട് വച്ചത് തീർത്ഥാടന ടൂറിസവും അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളുമായിരുന്നു. മാസ്റ്റർ പ്ലാൻ കാലങ്ങളായി പറയുന്നതൊക്കെ ആയിരുന്നു. പക്ഷേ വിശ്വാസവുമായോ ആചാരവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകാതെയാണ് ആ ഒരു സംഗമം അവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ തീർത്തും അതിനൊക്കെ മാറി നിന്നുകൊണ്ട്, അതായത് കൂടുതലും വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് എന്താണ് ശബരിമലയിൽ ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള വികസനമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുക. എന്തായാലും 2 വേദികളിലായാണ് ഈ സംഗമം നടക്കുന്നത്. ഉച്ചവരെ ഈ സെമിനാർ നടക്കുന്നത് ഒരു ഹാളിലാണ്. നിരവധി ആളുകൾ, അതായത് ഈ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അവർ മാറി നിന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പന്തളം കൊട്ടാരമായാലും അതോടൊപ്പം തന്നെ ഈ മലയരയ മഹാസഭയായാലും അതൊക്കെ നേരത്തെ പുറത്തു വന്ന അവരൊക്കെ പ്രതികരിച്ച കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു ഭക്തസംഗമത്തിൽ, ഈ ഒരു ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ശബരിമലയുമായി അടുത്തറിയാവുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് ഈ ഒരു സംഗമത്തിൽ വലിയ പ്രതീക്ഷയുമുള്ളത്. കാരണം ശബരിമലയുടെ വികസനം ഏത് തരത്തിലായിരിക്കണമെന്നുള്ളത് ഈ സംഗമം കൃത്യമായും ചർച്ച ചെയ്യുന്നുണ്ട്. അത് വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമുക്കറിയാം മുൻകാലഘട്ടത്ത് ഈ ഇടതുപക്ഷ ഭരണത്തിലാണ് ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ലംഘിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തത്. അന്ന് യുവതീ പ്രവേശന സമയത്തൊക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭങ്ങളിലൊക്കെ ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഒരുപാട് പേർ വലിയ ത്യാഗം അനുഭവിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഈ ഒരു സംഗമം നടക്കുമ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ ഉൾപ്പെടെ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നത് അത് തന്നെയാണ്. അന്ന് ആ പോലീസിന്റെ ലാത്തിയടിയും അവരുടെയൊക്കെ ക്രൂരതകളൊക്കെ തന്നെയാണ് ഓരോ ഭക്തരുടെയും മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിലും കണ്ടതാണ് എത്രത്തോളമാണ് ആ ഒരു സംഗമത്തിന്റെ വിജയമെന്ന്. എന്നാൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരെ കുത്തിത്തിരികി പോലും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെ തികയ്ക്കാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നാളെ നടക്കുന്ന ഈ പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ നിരവധി ആളുകളെയാണ്, ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ നമ്മളോട് അതിൻ്റെ സംഘാടകരൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ശബരിമല കർമ്മസമിതി നേതൃത്വം നൽകുന്ന ഈ ഭക്തജന സംഗമം അത് തന്നെയാണ് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആചാരത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംഗമം നടത്തുന്നത്. മറ്റ് തരത്തിലുള്ള വിവാദങ്ങൾ, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അത് പലതരത്തിലും അതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സാമ്പത്തിക നേട്ടത്തിന്
വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളടക്കം 7 കോടി ചിലവഴിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ ഒരു സംഗമത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. എന്തായാലും ഈ ഒരു അയ്യപ്പ സംഗമം, അതായത് ഈ ശബരിമലയെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യവുമായി ഭക്തജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഈ ഒരു സംഗമം അതിൻ്റെ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 വേദികളിലായി നടക്കുന്ന ഈ ഒരു സംഗമം 3 മണിക്ക് ശേഷമാണ് ഈ സമ്മേളനം, അതായത് പൊതു സമ്മേളനമായി നടക്കുക. അതിൽ ഈ ഭക്തജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഹൈന്ദവ ആചാര്യ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാളെ പന്തളത്ത് അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടക്കാൻ പോവുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് എം മനോജ് നൽകിയത്.